അങ്ങേയറ്റം അസ്വാസ്ഥ്യജനകമായ വാർത്തകളാണ് നമ്മുടെ തൊട്ട അയൽരാജ്യമായ നമ്മുടെ സഹോദര രാജ്യം എന്ന് തന്നെ പറയാവുന്ന ബംഗ്ലാദേശിൽ നിന്നും പുറത്തു വരുന്നത്. അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അന്തരീക്ഷം വളരെ കലുഷിതമായിരുന്നു. ഒരു ഹൈക്കോടതി വിധിയെ തുടർന്ന് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭം വളരെയധികം അക്രമാസക്തമാകുകയും ഏതാണ്ട് 106 പേരുടെ മരണത്തിൽ കലാശിച്ചു. ഈ വിദ്യാർത്ഥികളെ മുൻനിർത്തി പ്രതിപക്ഷ പാർട്ടികളും ചില മതമൗലികവാദ സംഘടനകളുമാണ് ഈ പ്രക്ഷോഭം അഴിച്ചുവിട്ടത്. വിദ്യാർത്ഥികൾക്ക് മുൻപിൻ നോക്കാനില്ലാത്തതുകൊണ്ടും അവരുടെ ചോരത്തിളപ്പ് കൊണ്ടും ഈ വക വിധ്വംസക ശക്തികളുടെ ചട്ടകമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് സത്യം. ഒറ്റ കേൾവിയിൽ അവർ പറയുന്നതിൽ ന്യായമുണ്ട്. ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ പങ്കെടുത്ത ആളുകളുടെ അനന്തരാവകാശികൾക്ക് സർക്കാർ സർവീസുകാരുടെ 30% സംവരണം ഏർപ്പെടുത്തി. അത് 2018 സർക്കാർ തന്നെ പിൻവലിച്ചതാണ്. അതിനെതിരെ എന്തോ ഒരു കേസ് ഹൈക്കോടതിയിലുണ്ടായിരുന്നു. ഹൈക്കോടതി വിധി ഈ സംവരണ പക്ഷക്കാർക്ക് അനുകൂലമായിട്ട് വന്നു. അതിനെതിരെ സർക്കാർ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി അത് സ്റ്റേ ചെയ്തു. പിന്നീട് 5% സംവരണമാക്കി ചുരുക്കിക്കൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വന്നു. ഈ ഹൈക്കോടതി വിധി വന്നത് മുതൽക്ക് സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നവരെയുള്ള സമയത്ത് ബംഗ്ലാദേശിൽ അക്ഷരാർത്ഥത്തിൽ അരാജകത്വം പടർന്നു പിടിച്ചു. വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വഴിലിറങ്ങുകയും വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ് ജയ് ബംഗ്ലാ മുദ്രാവാക്യം വിളിച്ച് പോലീസുകാരെ ആക്രമിക്കുകയും പോലീസ് പിക്കറ്റുകൾക്ക് നേരെ കല്ലെടുത്തെറിയുകയും പോലീസുകാർ ഇവരെ നേരിടുക വെച്ചു. അങ്ങനെയാണ് 106 ആൾ മരിച്ചത്. അത് കഴിഞ്ഞ് സർക്കാർ ഈ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഈ സമരം തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അപ്പോൾ സമരം തീരേണ്ടതായിരുന്നു. കാരണം വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറി കഴിഞ്ഞു. പിന്നെ എന്തിനാ സമരം? അവരുടെ ആവശ്യം വേറെ ഒന്നുമല്ല, ഷെയ്ഖ് ഹസീനെ രാജിവെക്കുക എന്നുള്ളത് മാത്രമേ. അതിനു വേണ്ടിയിട്ട് പ്രക്ഷോഭത്തിൻ്റെ 2ാം ഘട്ടം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ഈ സമരത്തിൻ്റെ പുറകിൽ ആരാണെന്ന് വളരെ വ്യക്തമാണ്. കാരണം ഒന്ന് BNP എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി. ആ പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. കാരണം മത്സരിച്ച തോൽവി ഉറപ്പാണ്. അതിൻ്റെ നേതാക്കന്മാരും എല്ലാം തന്നെ ജയിലിലാണ്. ബാക്കിയുള്ളവരുടെ പേരിൽ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുകയാണ്. കാരണം ഇവർ നേരത്തെ ഭരിച്ച സമയത്ത് രാജ്യം മുഴുവനും കട്ടും മുടിച്ച ആളുകളാണ്. അവർക്ക് പിന്തുണ കൊടുക്കുന്നത് മത മൗലികവാദികളും മത രാഷ്ട്രവാദികളുമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. നമ്മുടെ ഇവിടുത്തെ ഈ സമാധാനകാംക്ഷികളായിട്ട് അഭിനയിച്ച് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ തനിനിറം മനസ്സിലാക്കണമെങ്കിൽ ബംഗ്ലാദേശിൽ പോയി നോക്കിയാൽ മതി. 1971 വിമോചന യുദ്ധം നടക്കുന്ന സമയത്ത് അൽ ഷബാബ്, അൽ ബദർ എന്നൊക്കെ പറഞ്ഞ ഗുണ്ടാ സംഘങ്ങളുണ്ടാക്കി അവാമി ലീഗുകാരെയും അതുപോലെ ബംഗ്ലാദേശിലെ, അന്ന് കിഴക്കൻ പാകിസ്ഥാനാണ്, അവിടുത്തെ ന്യൂനപക്ഷ സമുദായക്കാരെയും വേട്ടയാടിയ ചെന്നായ്ക്കളാണ് ഈ സമാധാനകാംക്ഷികളായിട്ട് ഇവിടെ അഭിനയിച്ച് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ. എന്നൊക്കെ BNP അധികാരത്തിലിരുന്നുണ്ടോ അന്നൊക്കെ ഇവരുടെ ഗുണ്ടായുസവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ അവിടെ നിന്ന് ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ മതത്തിൽപ്പെട്ട ആളുകൾ അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലേക്ക് ഓടി വരാൻ നിർബന്ധിതരായത്. അപ്പോൾ അവരാണ് ഈ സമരത്തിൻ്റെ പുറകിലുണ്ടായിരുന്നത്. അത് വളരെ പ്രകടമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഷെയ്ഖ് ഹസീന ഈ ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ വിദ്യാർത്ഥി വിഭാഗത്തെയും നിരോധിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല. അപ്പോഴത്തേക്കും ഇത് പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് എത്തിയിരുന്നു. അവസാനം സൈന്യം ഇടപെട്ട് ഷെയ്ഖ് ഹസീനെ കൊണ്ട് രാജിവെപ്പിച്ചിരിക്കുകയാണ്. അവരും കുടുംബാംഗങ്ങളും ജീവനും കൊണ്ട് ഢാക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അവരുടെ അടുത്ത ലക്ഷ്യസ്ഥാനം ഏതായിരിക്കും എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ തുടർച്ച എന്ന് പറയുന്ന രീതിയിൽ അക്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് സൈന്യം അധികാരം ഏറ്റെടുത്തായിട്ട് പറയുന്നുണ്ട്. ഇനി എന്തായിരിക്കും സൈന്യത്തിൻ്റെ അടുത്ത നടപടി എന്നറിയില്ല. ഏതായാലും ഇപ്പോൾ തന്നെ അവിടെ അവാമി ലീഗുകാർക്കെതിരായിട്ടും ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായിട്ടുള്ള അക്രമം തുടങ്ങിക്കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ അത് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. കാരണം ഇവർ സമരം ജയിച്ചതിൻ്റെ ഒരു വലിയ ആഹ്ലാദത്തിലാണ്. നമ്മുടെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കിയാൽ മതി. പോട്ടെ, ഈ അടുപ്പൂട്ടി ചർച്ച മാത്രം നോക്കിയാൽ മതി. അവരൊക്കെ എത്ര ആഹ്ലാദഭരിതരാണ് എന്നതിൽ നിന്ന് വ്യക്തമാണ്. ഇന്ത്യ ഗവൺമെൻറ് എന്തിനാണ് ഈ പൗരത്വ നിയമ ഭേദഗതി പാസ്സാക്കിയത് എന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് മനസ്സിലാവും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. ഒന്ന് ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നമാണ്. ബംഗ്ലാദേശ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വലിയ സാമ്പത്തിക പുരോഗതി നേടിയിരുന്നു. ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായത് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഈ അത് രാഷ്ട്രീയ സ്ഥിരതയുള്ളതുകൊണ്ടാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടായത്. അത് വീണ്ടും താറുമാറാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്ന്. രണ്ടാമത്
അവിടെ ഈ BNPയുടെ സർക്കാർ വരികയാണെങ്കിൽ അവർക്ക് ഭരണപങ്കാളിത്തമുള്ള അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പുറകിൽ നിന്ന് പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന ഒരു ഭരണകൂടമാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ അവിടുത്തെ ഇപ്പോൾ തന്നെ ന്യൂനപക്ഷമായിരിക്കുന്ന അവിടുത്തെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ചക്മകൾ ഉൾപ്പെടെയുള്ള ബുദ്ധമതക്കാരുടെയും ഭാവി എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയാനായിട്ട് ഇനി നമ്മൾ ഏതായാലും പാലച്ചോട്ടിൽ കണിയാൻ്റെ അടുത്ത് പോയി ജ്യോത്സ്യം വെച്ച് നോക്കേണ്ടതില്ല. അവരുടെ കാര്യം വലിയ കഷ്ടത്തിൽ ചെന്ന് അവസാനിക്കും, യാതൊരു സംശയവും വേണ്ട. തസ്ലിമ നസ്രീൻ ഇനി ലജ്ജ പോലുള്ള 3-4 നോവലും കൂടി എഴുതാനുള്ള പ്ലോട്ട് അവിടെ നിന്ന് കിട്ടും. അതാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തേത്, ഈ പാകിസ്ഥാൻ്റെ സാറ്റലൈറ്റായിട്ട് വീണ്ടും ബംഗ്ലാദേശ് മാറുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷിതത്വത്തിന് ഇത് വലിയ ഭീഷണിയായിട്ട് മാറും. ഹുജി പോലെയുള്ള ഭീകര സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ തൽക്കാലം സുഷുപ്തിയിലാണ്. അവർ വൈകാതെ തന്നെ പുറത്തു വരികയും നമ്മുടെ രാജ്യത്തെ പല നഗരങ്ങളിലും പഴയ പോലെ സ്ഫോടനവും അല്ലെങ്കിൽ തീവണ്ടി പാളം തെറ്റിക്കുന്ന പോലെയൊക്കെയുള്ള കലാപരിപാടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സന്തോഷത്തിൻ്റെ കാരണം അത് തന്നെയാണ്. ഇത് പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ വന്ന് തെറി പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരെയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ വായിക്കുമ്പോൾ മനസ്സിലാവും. അവരുടെ ഉദ്ദേശം എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, അത് നിറവേറ്റുന്നതിൽ അവരെന്തുമാത്രം വിജയിച്ചു എന്ന കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും ബംഗ്ലാദേശ് വലിയ കുഴപ്പത്തിലേക്ക് പോവുകയാണ്. ആ രാജ്യത്ത് ഇനി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഇവർ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ടോ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭമല്ല, ബംഗ്ലാദേശ് എന്ന ആശയത്തിനെതിരായിട്ടുള്ളൊരു സമരവും കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ പ്രതിമ ഈ പ്രക്ഷോഭകർ തല്ലിപ്പൊളിക്കുന്ന കാഴ്ച നമുക്ക് കണ്ടു. അപ്പോൾ അങ്ങനെ കൈവിട്ട ഒരു അവസ്ഥയിലേക്ക് രാജ്യം പോവുകയാണ്. ബംഗ്ലാദേശിന് എന്ത് സംഭവിക്കും എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.